ഞാൻ അല്പം താമസിച്ചു പോയി. ഫ്ലാഷ് ബാക്ക്. ടോം ഹോളണ്ടിന്റെ 4th സോളോ മാർവൽ മൂവി എന്നതിനപ്പുറം ബ്രാൻഡ് ന്യൂ ഡേ സോ സ്പെഷ്യൽ. അപ്പോൾ പടം കണ്ടിറങ്ങിയ ഓഡിയൻസിനോട് സ്പോയിലർ ഫ്രീ റിവ്യൂസ് ഒന്ന് ചോദിച്ചു നോക്കാം. നോക്കണല്ലോ സർ. രണ്ട് വാക്കല്ലേ? കിഡില എക്സ്പീരിയൻസ്. ഒരുപാട് നാളുകൾക്ക് ശേഷം ഒരു നല്ല MCU പടം കണ്ടതിന്റെ ഒരു എപ്പിക് സാറ്റിസ്ഫാക്ഷൻ. അങ്ങനെയല്ലല്ലോ ഞാൻ കേട്ടത്. എന്നാ അങ്ങനെയാണ്. നോവേ ഹോമിന് മുകളിലെ ഒരു നോവേ ഹോമിന്റെ അത്രയും പേഴ്സണലി എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. ബട്ട് നോവേ ഹോമിന് ശേഷം ഞാൻ കാണുന്ന ബെസ്റ്റ്, ആകെ കൊള്ളാവുന്ന ഒരു മാർവൽ മൂവിയാണിത്. ഇപ്പൊ കറക്റ്റ്. അല്ലെങ്കിൽ പിള്ളേച്ചൻ നുണ പറയുന്നതായിരിക്കും. ഇവന് മതം പൊട്ടി. ഒരു തിയേറ്റർ എക്സ്പീരിയൻസിനുള്ള ഒരു ഹോമിന്റെ ആ ഒരു തിയേറ്റർ ആ ഒരു ഇതില്ല, എന്നാലും ഉണ്ട്, നല്ല മൂവിയാണ്. ഇറ്റ്സ് ഓക്കേ. ഞാൻ ഇറ്റ്സ് ഓക്കേ അല്ലെങ്കിലോ? Hi all, this is Cock. At last watched Spider-Man Brand New Day. തേടിയ പള്ളി കാലിൽ ചുറ്റി. എന്റെ കാലല്ല, നിന്റെ അപ്പന്റെ കാലിൽ വാ. ഇത്രയും കൊടൂര ഹൈപ്പ് എന്ന് പറഞ്ഞാൽ വേൾഡ് വൈഡ് കൊടൂര ഹൈപ്പുള്ള ഒരു സിനിമ, ആ ഹൈപ്പിനെ സാധൂകരിക്കുക. എന്തെന്നാ നിങ്ങൾ ഈ പറയുന്നത്? അവനെ പറ്റിട്ട് നാട്ടുകാർക്ക് അങ്ങനെ ഒരു അഭിപ്രായം ഇല്ലല്ല. നിനക്കിഷ്ടല്ലാന്ന് പറയൂ. ഞാൻ വേറെ 1-2 ആൾക്കാരെടുത്ത് ചോദിച്ചു, അവർക്കും ഇതേ അഭിപ്രായം. ഹൈപ്പിനെ സാറ്റിസ്ഫൈ ചെയ്യിപ്പിക്കുക, അല്ലെങ്കിൽ അതിന്റെ മുകളിലേക്ക് നമുക്ക് തരാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ്സ് വെരി വെരി റയർ. നമ്മൾ എന്ത് വിശ്വസിക്കുന്നു, എന്ത് കാണാൻ ആഗ്രഹിക്കുന്നു, അത് നമ്മളെ ഫുൾഫിൽ ചെയ്തിട്ട് ആ തിയേറ്ററിൽ നമുക്ക് ഇറങ്ങാൻ പറ്റൂ എന്ന വിശ്വാസം എനിക്കുണ്ട്. ജസ്റ്റ് ഒരു റാൻഡം കുറെ സൂപ്പർ വില്ലൻസിനൊക്കെ ഡിഫീറ്റ് ചെയ്യുന്ന ഒരു സൂപ്പർമാൻ പടം എന്നല്ല. ഇതിൽ കുറെ അവെഞ്ചേഴ്സ് ഉള്ള പോലെ കുറെ ഇങ്ങനെ അവിടെ നിന്ന് ഇവിടുന്ന് വന്നവരും പോയവരും, അവിടെ നിന്ന് മറ്റേ യൂണിവേഴ്സ് മറിച്ച യൂണിവേഴ്സ് മൾട്ടിവേഴ്സ് അതല്ല. ആളെ തന്നെ ഒന്ന് മനസ്സിലാക്കി എടുക്കുന്ന രീതിയിലുള്ള കുറേ അതാണ് ഈ ഒരു പടത്തിന്റെ മെയിൻ മോട്ടീവ്. നിങ്ങളെന്ത് പ്രാന്തായി പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. മനസ്സിലായില്ല? മനസ്സിലാക്കി തരാം. കഴിഞ്ഞ പടത്തിൽ കംപ്ലീറ്റ്ലി ആ ഒരു ഐഡന്റിറ്റി തന്നെ നഷ്ടപ്പെട്ട പീറ്റർ പാർക്കർ. താൻ ആരാണ് പീറ്റർ പാർക്കർ, എന്നിട്ട് ആരാണ് സ്പൈഡർമാൻ എന്നുള്ളതിന് രണ്ടിൻ്റെ ആ ഒരു പ്രോപ്പർ ബാലൻസ് കണ്ടുപിടിക്കുന്നതാണ് ഈ ഒരു പടത്തിന്റെ മെയിൻ ത്രെഡ് തന്നെ. ഇത് പറയാനാണ് എത്ര താമസം? അതൊന്നും ഇവിടെ ആർക്കും പിടികിട്ടത്തില്ല. പക്ഷെ നിങ്ങക്ക് പിടികിട്ടില്ലേ? There are scenes which is gonna make you cry and it's a packed പടം. അതായത് എവറിത്തിങ്, ഇമോഷൻസ്, ഡ്രാമ, ഫൈറ്റ്, അത് നല്ല ഗംഭീരമായിട്ട് ഈ ഒരു പടത്തിൽ നല്ല അടിപൊളിയായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട്. അതിപ്പോൾ തുടക്കം മുതൽ അവസാനം വരെ ഒരു ആർക്ക് കംപ്ലീറ്റ് ആവുന്ന പോലെ നമുക്ക് ഫീൽ ആവും പടം കാണുമ്പോൾ. അതാണ് കൊടുക്കണ കാശിന് കിട്ടുന്ന പൊന്നു മുതല, അത് ഞാൻ ഗ്യാരണ്ടി. ദാറ്റ്സ് എനഫ്. എനിക്ക് അച്ഛന്റെ മുഖത്ത് നിന്ന് അത്രയും കേട്ടാ മതി. why we love him. Everybody loves Spider-Man. They love me. അത് എന്തുകൊണ്ടാണെന്നുള്ളതിനുള്ള ഒരു ക്ലാരിറ്റിയൊക്കെ തരുന്ന ഒരു ഗംഭീര സിനിമയായിട്ടാണ് എനിക്ക് ഈ പടം ഫീൽ ചെയ്തത്. ആയതിനാൽ ഒന്ന് ടിക്കറ്റ് എടുത്ത് നോക്ക്. അപ്പൊ വന്താൻ തലവരവ ఫస్ట్ హాఫ్ ఏమో ఫ్లాప్ అన్న, సెకండ్ హాఫ్ యావరేజ్. సో ఓవరాల్గా ఒక యావరేజ్ ఫ్లాప్. నేను ఎక్స్పెక్ట్ చేసుకున్నది ఏమీ లేదు. അല്ല ഞാൻ എന്ത് കാര്യം വെട്ടി തുറന്ന് പറയുന്ന ഒരാളാണ്. ఒక BGM లేదు, ఒక ఎలివేషన్ లేదు, ఒక డాన్స్ లేదు. డాన్స్ లేదు, ఒక బ్రహ్మానందం కామెడీ లేదు, సీరియల్ అలాంటి పిల్లతో ఒక ఐటమ్ సాంగ్ లేదు. డాన్స్ లేదు, కామెడీ లేదు, సీరియల్ అలాంటి పిల్లతో ఒక ఐటమ్ సాంగ్ లేదు. సో నాకేం నచ్చలా. പച്ച തെറിയ എന്റെ വായി വരുന്നേ. നീ പറഞ്ഞില്ല എവിടെയാണ് ന്യായം? മനുഷ്യന്റെ ആഗ്രഹമല്ലോ. അയ്യ, അത് നല്ല വിചാരമായി പോയി. ആളുകള് എന്തൊക്കെ కథలు అడిచిరకుతారు. తెలుగులో ఆడియన్స్కి నచ్చేలాగా ఒక 2-3 ఫైట్లు, 2 మసాలా సాంగ్లు, బ్రహ్మానందం కామెడీ ఇలాంటివి పెట్టి మాలాంటి మాజా ఆడియన్స్ ఎంకరేజ్ చేస్తే సినిమా హిట్ అయ్యిద్ది. വയസ്സാം കാലത്ത് വല്ലാത്ത കഴപ്പാണല്ലേ. എവിടുന്ന് വന്നടാ ഇവനൊക്കെ? എന്റെ വീട്ടിൽ മാത്രമല്ല, നിന്നെ കൊടകി ഏരിയ പോലും കണ്ടുപോരുത്. കാമാന്തക, കാമപ്രാന്ത, കാമരാക്ഷസ, കാമപിശാച, കാമരാജ യൂണിവേഴ്സിറ്റി.